പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ഈ വീഡിയോയിൽ ഈ ആഴ്ചത്തെ ഏറ്റവും പ്രധാനപ്പെട്ട PSC വാർത്തകളെയും അപ്ഡേറ്റുകളെയും കുറിച്ചാണ് സംസാരിക്കാനായിട്ട് പോകുന്നത്. ആദ്യത്തെ വാർത്ത എന്ന് പറയുന്നത് 58 തസ്തികയിലേക്ക് കേരള PSCയുടെ പുതിയ വിജ്ഞാപനം വരുന്നു എന്നുള്ളതാണ്. ഇതേ വാർത്ത തന്നെയാണ് നമ്മുടെ തൊഴിൽ വാർത്തയിലും അതുപോലെ തന്നെ തൊഴിൽ വീതിയിലും കൊടുത്തിട്ടുള്ളത് കേട്ടോ. അതുകൊണ്ട് 58 തസ്തികയിലേക്ക് കേരള PSCയുടെ വിജ്ഞാപനം വരാനായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ അത് ഏതൊക്കെ വിജ്ഞാപനങ്ങളാണ് എന്നുള്ള കാര്യമൊക്കെ നമ്മുടെ ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ PSC അപ്ഡേറ്റുകൾ മാത്രം പറയുന്നൊരു ചാനലുണ്ട്, അതിനകത്ത് പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും നമ്മുടെ PSC അപ്ഡേറ്റ്സ് നോളജ് ഫാക്ടറി എന്ന് പറയുന്ന ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അപ്പോൾ ഇതുപോലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട നോട്ടിഫിക്കേഷൻസിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ആ ഒരു ചാനലിലൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഫസ്റ്റ് കമൻ്റ് ആയിട്ട് പിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമ്മുടെ 58 തസ്തികയിലേക്ക് PSC വിജ്ഞാപനം വരുന്നുണ്ട്. ഡീറ്റെയിൽസ് നമുക്ക് ആ ചാനലിലെ വീഡിയോസിനകത്ത് നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയും. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യത്തെ വാർത്തയിലേക്ക് തന്നെ പോവാം. KAS-ൽ ഒരു ഒഴിവ് പോലും റിപ്പോർട്ട് ചെയ്തിട്ടില്ല, വിജ്ഞാപന നടപടികൾ ആശങ്കയിൽ എന്ന് പറഞ്ഞിട്ടാണ് ആദ്യത്തെ വാർത്ത. അപ്പോൾ ഇത് സത്യം പറഞ്ഞാൽ ഒരു ബിസിനസ് സ്ട്രാറ്റജി ആണോ എന്ന് പോലും സംശയം വരികയാണ്. കാര്യം പല പല വലിയ സ്ഥാപനങ്ങളും ഈ പറഞ്ഞിട്ടുള്ള തൊഴിൽ വാർത്ത തൊഴിൽ വീതിയിലൊക്കെ മുന്നേ വന്നിട്ടുണ്ടായിരുന്ന വാർത്തകളെ അടിസ്ഥാനമാക്കിയിട്ട് വലിയ വലിയ ഫീസുകൾ ചാർജ് ചെയ്തുകൊണ്ട് തന്നെ അവരെന്ത് ചെയ്യുകയാണ്, KAS-ൻ്റെ ക്ലാസ്സുകൾ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. 6 മാസത്തെ കോഴ്സ്, 4 മാസത്തെ കോഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ വലിയ ഫീസ്, നമുക്കൊന്നും ചിന്തിക്കാൻ പറ്റാത്ത ലെവലിൽ ഫീസിലേക്ക്, നമ്മുടെ സിവിൽ സർവീസിൻ്റെയൊക്കെ ലെവലിലുള്ള ഫീസിലേക്ക് വരെ ചാർജ് ചെയ്തിട്ട് ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഈ KAS-ൻ്റെ ക്ലാസ്സുകൾ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്ത് ചെയ്തിരുന്നു. പലരും ആ കോഴ്സും കഴിഞ്ഞ് ഇപ്പോൾ ഏകദേശം 6-7 മാസമായി. പക്ഷെ നിലവിൽ ഇതുവരെ രണ്ടാമത്തെ KAS-ൻ്റെ നോട്ടിഫിക്കേഷനും വന്നിട്ടില്ല, ഒഴിവുകളും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. പിന്നെ എന്തടിസ്ഥാനത്തിലാണ് ഈ പറയുന്ന തൊഴിൽ വാർത്തയും തൊഴിൽ വീതിയും? നിങ്ങൾ രണ്ടുപേരും കണക്ക് തന്നെയാണ്. രണ്ടുപേരും ഓരോ ആഴ്ചയും ഓരോ വാർത്തകൾ ഇങ്ങനെ മാറ്റി മാറ്റി തന്നുകൊണ്ടിരിക്കുകയാണ്. ഈ പറയും പോലെ KAS-ന് ഉടൻ വിജ്ഞാപനം വരാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ട് 2 മാസം മുന്നേ നിങ്ങൾ വാർത്ത ഇട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇതാ പറയുന്നു KAS-ന് ഒരു ഒഴിവും റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്ന് നിങ്ങൾ തന്നെയാണ് പറയുന്നത്. അപ്പോൾ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ ഈ വാർത്തകൾ ഇടുന്നത് എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമാണ്. ഇത് നമ്മുടെ തൊഴിൽ വാർത്തയ്ക്കകത്ത് വന്നിട്ടുള്ളതാണ്. തൊഴിൽ വീതിയിൽ വന്നിട്ടുള്ള വാർത്തയാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. KAS പൊതുമേഖലയിലും അനുയോജ്യ തസ്തികകൾ അറിയിക്കാൻ നിർദ്ദേശം, കണ്ടെത്തിയത് 44 തസ്തിക, വിജ്ഞാപനം ആശങ്കയിൽ, ജീവനക്കാർക്ക് അപേക്ഷിക്കാമോ എന്നൊക്കെ പറഞ്ഞിട്ട് വെറുതെ കൺഫ്യൂഷൻ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ദയവ് ചെയ്ത് ഇങ്ങനെ ഒരു നോട്ടിഫിക്കേഷൻ കേരള PSC-യിലും വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോൾ വരും നാളെ വരും മറ്റേ സിനിമയിൽ പറയും പോലെ ഇപ്പോൾ പൊട്ടിക്കും എന്ന് പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. വരുന്ന നോട്ടിഫിക്കേഷൻസ് മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, വാർത്തയിലൂടെ പുറത്തു കൊണ്ടുവരാനായിട്ട് ശ്രദ്ധിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ അത് ബാധിക്കാൻ പോകുന്നത് പാവപ്പെട്ട ഉദ്യോഗാർത്ഥികളെ തന്നെയാണ്. അപ്പോൾ അത് നിങ്ങൾ മനഃപൂർവ്വം ചെയ്യുന്നതാണോ അല്ലേ എന്നുള്ള കാര്യത്തിലൊന്നും എനിക്ക് അറിയത്തില്ല. എന്തായാലും ഈ ഒരു പ്രവണത ശരിയല്ല. കാര്യം ഞാൻ ഈ പറഞ്ഞ പോലെ 2 ആഴ്ച മുന്നേ നിങ്ങൾ തന്നെയാണ് പറഞ്ഞത് KAS-ൻ്റെ നോട്ടിഫിക്കേഷനിൽ ഇത്രയും ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, അതെല്ലാം PSC അംഗീകരിച്ചു, അടുത്ത വിജ്ഞാപനം നവംബർ 1-ന് വിജ്ഞാപനം വരുമെന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ തന്നെ പറഞ്ഞത്. അപ്പോൾ എന്തായാലും നവംബർ 1-ാം തീയതി നമുക്ക് എന്തായാലും കാത്തിരുന്ന് തന്നെ കാണണം. നവംബർ 1-ാം തീയതി ഈ പറയും പോലെ KAS വരാൻ സാധ്യതയുണ്ട് എന്നുണ്ടെങ്കിൽ ഈ പറയും പോലത്തെ ഡേറ്റ് എന്ന് പറയുന്നത് നവംബർ 1 തന്നെയാണ്. നവംബർ 1 നമ്മുടെ കേരള പിറവിയിൽ അന്ന് തന്നെ KAS-ൻ്റെ നോട്ടിഫിക്കേഷൻ വരുമെന്നൊക്കെയാണ് പറയുന്നത്. ഇനി വരുമോ ഇല്ല എന്നുള്ള കാര്യമൊക്കെ നമുക്ക് എന്തായാലും കാത്തിരുന്ന് തന്നെ കാണേണ്ടിയിരിക്കുന്നു. അപ്പോൾ അടുത്ത വാർത്ത എന്ന് പറയുന്നത് CPO നമ്മുടെ വനിതാ ബറ്റാലിയനിലേക്ക് 224 ഒഴിവുകൾ കൂടി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നു. വനിതാ സിവിൽ പോലീസ് ഓഫീസറുടെ 224 ഒഴിവുകൾ കൂടി PSC-ക്ക് റിപ്പോർട്ട് ചെയ്തു. അതിൽ 24 എണ്ണവും NJD-യും 200 എണ്ണം പുതിയതുമായിട്ടാണ് പുതിയ ഒഴിവുകൾ കേട്ടോ. 24 NJD വന്നിട്ടുണ്ട്, നോൺ ജോയിനിങ് ആയിട്ടുള്ള NJD-കൾ വന്നിട്ടുണ്ട്. 200 പുതിയതാണ് കേട്ടോ. 200 പുതിയ ഒഴിവുകളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അങ്ങനെ ആകെ മൊത്തത്തിൽ 224 ഒഴിവുകൾ നമ്മുടെ WCPOയ്ക്ക് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ 6 മാസം പിന്നിട്ട് റാങ്ക് ലിസ്റ്റിൽ നിന്ന് ഇതുവരെ 361 പേർക്കാണ് നിയമന ശുപാർശ ലഭിച്ചത്. കഴിഞ്ഞ സെപ്റ്റംബർ 15-നാണ് ഏറ്റവും അവസാനത്തെ നിയമന ശുപാർശ അറിയിച്ചത്. അപ്പോൾ ആ കാര്യം കൂടി ശ്രദ്ധിക്കുക. ഇതുവരെ നിലവിൽ WCPO 361 പേർക്ക് മാത്രമേ നിയമനം ലഭിച്ചിട്ട് ഉള്ളൂ. അതുപോലെ തന്നെ അടുത്ത വാർത്ത എന്ന് പറയുന്നത് നമ്മുടെ താൽക്കാലിക നിയമനങ്ങളിലും സംവരണം വരുന്നു. എന്തുവാടേ, നിങ്ങൾ താൽക്കാലിക നിയമനം ഒഫീഷ്യലാക്കാൻ പോവുകയാണോ? അതിൻ്റെ ഒരു മുന്നോടിയായിട്ടാണ് ഈ പരിപാടി. താൽക്കാലിക നിയമനങ്ങളിലും പിന്നാക്ക വിഭാഗക്കാർക്ക് സംവരണം നൽകുമെന്ന് കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയെ അറിയിച്ചത് കേന്ദ്ര സർക്കാരിൻ്റെയാണ് കേട്ടോ. ഇത് നടപ്പിലാക്കുന്നതോടുകൂടി സംസ്ഥാനങ്ങളിലും സംവരണം ലഭിക്കും. കേരളത്തിലെ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് വഴിയുള്ള താൽക്കാലിക നിയമനങ്ങളിൽ പിന്നാക്ക വിഭാഗക്കാർക്ക് സംവരണം ലഭിക്കുന്നുണ്ട്. ഇങ്ങനെ അല്ലാതെ നടക്കുന്ന താൽക്കാലിക നിയമനങ്ങളുമുണ്ട്. അവയ്ക്ക് സംവരണം ബാധകമാക്കിയിട്ടില്ല. കോളേജുകളിലും വിദ്യാലയങ്ങളിലും ഗസ്റ്റ് അധ്യാപകരെ നിയമിക്കുന്നത് ഇതിൽ പ്രധാനപ്പെട്ടവയാണ്. ആരോഗ്യ വകുപ്പ്
വകുപ്പുകളിലും നിരവധി താൽക്കാലിക നിയമനങ്ങൾ നടക്കുന്നുണ്ട്. ഇത്തരം നിയമനങ്ങൾക്കെല്ലാം തന്നെ സംവരണ വ്യവസ്ഥ പാലിക്കേണ്ടതുണ്ട്. അപ്പോൾ എന്തായാലും താൽക്കാലിക നിയമനങ്ങളും ഇനി തൊട്ട് സംവരണ വ്യവസ്ഥ അനുസരിച്ച് തന്നെയാണ് അല്ലേ. അപ്പോൾ ഒരു കണക്കിന് പാർട്ടിക്കാരെ തള്ളിക്കയറ്റുന്നതിനേക്കാളും എന്തുകൊണ്ടും നല്ലത് തന്നെയാണ് താൽക്കാലിക നിയമനത്തിൽ സംവരണം കൊടുത്ത് SC/ST കാരായാലും അതുപോലെ തന്നെ ബാക്കിയുള്ള OBC-കാരായാലും ഒക്കെ കയറ്റുന്ന എന്തായാലും പാർട്ടിക്കാരെ തള്ളിക്കയറ്റുന്നതിനേക്കാളും നല്ലത് തന്നെയാണെന്നാണ് എൻ്റെ അഭിപ്രായം. തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്താം. അതുപോലെ തന്നെ സർവകലാശാല അസിസ്റ്റന്റ്, യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റിന്റെ റാങ്ക് ലിസ്റ്റ് അവസാനിച്ചു. 32 ഒഴിവുകൾക്ക് കൂടി നിയമനം വരുന്നുണ്ട്. അതുപോലെ തന്നെ വനിതാ CPO 15 പേർക്ക് കൂടി നിയമനം ഉടനെ പോകാനായിട്ട് പോകുന്നുണ്ട്. LP സ്കൂൾ ടീച്ചറിന്റെ കാസർഗോഡ് 40 പേർക്ക് കൂടി ഉടനെ നിയമനം വരുന്നുണ്ട്. സർവകലാശാല ഇലക്ട്രീഷ്യൻ റാങ്ക് ലിസ്റ്റിൽ 65 പേരാണ് ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നത്. 65 പേരാണ് ആ ഒരു റാങ്ക് ലിസ്റ്റിനകത്ത് ഉൾപ്പെട്ടിട്ടുള്ളത്. അതുപോലെ തന്നെ LD ടൈപ്പിസ്റ്റിന്റെ റാങ്ക് ലിസ്റ്റിന് 1 മാസം കൂടി മാത്രമേ വാലിഡിറ്റി ഉള്ളൂ. 1500 നിയമനങ്ങൾ പോലും പോയിട്ടില്ല. എന്ത് ഗതികേടാണെന്ന് ആലോചിച്ച് നോക്കിയേ. ഈ പറയും പോലെ നിയമനങ്ങൾ നിങ്ങൾ വാരിക്കൂട്ടുന്നു മറ്റേ ദേശാഭിമാനി പത്രത്തിൽ മാത്രം എഴുതി വെച്ചിട്ട് കാര്യമില്ല. അതൊക്കെ പ്രാബല്യത്തിൽ കൊണ്ടുവരണം. ഇപ്പോൾ പറയും പോലെ ബാക്കി മാതൃഭൂമിയിലും മനോരമയിലും ഒക്കെ 1500 15,000 പേർക്ക് നിയമനവും ദേശാഭിമാനി പത്രത്തിൽ മാത്രം അത് 35,000 പേർക്ക് നിയമനമായി. എങ്ങനെയാണ് നിങ്ങൾ ഈ ഒരു പത്രക്കാർക്ക് മാത്രം ഇങ്ങനെയാണ് ഈ 35,000 ഈ ഇരട്ടി വേക്കൻസി എങ്ങനെയാണ് നിങ്ങൾ മാത്രം ഫില്ല് ചെയ്തത്? എനിക്കത് മനസ്സിലാവാത്തോട് ചോദിച്ചതാണ്. അപ്പോൾ എന്തായാലും ഈ LD ടൈപ്പിസ്റ്റിൻ്റെ റാങ്ക് ലിസ്റ്റ് ഈ പറയുമ്പോൾ 1 മാസം മാത്രമേ അതിനുള്ള കാലാവധിയുള്ളൂ. ഈ പറയും പോലെ ഇപ്പോൾ നിലവിൽ LD ടൈപ്പിസ്റ്റിൻ്റെ നിയമന ശുപാർശ തിരുവനന്തപുരത്ത് 188 ആണ്, കൊല്ലത്താണെങ്കിൽ 98, പത്തനംതിട്ട 87, ആലപ്പുഴ 83, കോട്ടയം 112, ഇടുക്കി 98, എറണാകുളത്താണെങ്കിൽ 156, തൃശ്ശൂർ 124, പാലക്കാട് 106, മലപ്പുറം 110, കോഴിക്കോടാണെന്നുണ്ടെങ്കിൽ കോഴിക്കോട് 129, വയനാട് 64, കാസർഗോഡ് 58, ആകെ മൊത്തത്തിൽ 1513 കേട്ടോ. അപ്പോൾ ഇതാണ് നിലവിലത്തെ LD ടൈപ്പിസ്റ്റിൻ്റെ നിയമന ശുപാർശ എന്ന് പറയുന്നത്. പുതിയ തസ്തികയെന്ന് റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നും പറയുന്നുണ്ട്. അതുപോലെ തന്നെ അടുത്ത വാർത്ത എന്ന് പറയുന്നത് പോലീസിൻ്റെ ടെലികമ്മ്യൂണിക്കേഷൻ റാങ്ക് ലിസ്റ്റിൽ 524 പേര് ഉൾപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ മെയിൻ ലിസ്റ്റിൽ 393 പേരും സപ്ലിമെൻ്ററി ലിസ്റ്റിൽ 131 പേരും ആകെ മൊത്തത്തിൽ 524 പേരുമാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. 21 ഒഴിവുകളാണ് ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഉത്തരക്കടലാസ് പുനഃപരിശോധന, ഫോട്ടോ കോപ്പി, റാങ്ക് ലിസ്റ്റിൽ നിന്ന് ഒഴിവാക്കാൻ എന്നിവയ്ക്ക് 5 ദിവസത്തിനകം അപേക്ഷ നൽകണമെന്നും കൂടി പറയുന്നുണ്ട്. അതുപോലെ തന്നെ സിവിൽ പോലീസ് ഓഫീസറിൻ്റെ തിരുവനന്തപുരത്ത് 175, തൃശ്ശൂർ 176 നിയമനങ്ങൾക്കുള്ള ശുപാർശകൾ കൂടി ആയിട്ടുണ്ട്. അപ്പോൾ കുറച്ച് പേർക്ക് കൂടി ലോട്ടറി അടിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ സബ് ഇൻസ്പെക്ടർ 106 പേർക്ക് കൂടി പുതിയ നിയമന ശുപാർശ പോകുന്നുണ്ട്. അപ്പോൾ എന്തായാലും ആ ഒരു കാര്യം നല്ലൊരു വാർത്ത തന്നെയാണ്. അതുപോലെ തന്നെ സബ് ഇൻസ്പെക്ടറിൻ്റെ റാങ്ക് ലിസ്റ്റ് ഉടനെ തന്നെ ഉണ്ടാവും. റാങ്ക് ലിസ്റ്റ് അല്ല, നമ്മുടെ മെയിൻസിൻ്റെ ലിസ്റ്റ് ഉടനെ തന്നെ ഉണ്ടാവും. ഫിസിക്കലും എന്തായാലും ഈ വർഷം തന്നെ ഉണ്ടാവും. ഡിസംബറിന് മുന്നേ തന്നെ ഫിസിക്കൽ മിക്കവാറും നടത്തും. അതുപോലെ തന്നെ സ്റ്റേഷൻ ഓഫീസറിൻ്റെ കായികക്ഷമതാ പരീക്ഷ 11-നും 12-നും എന്ന് പറയുന്നുണ്ട്. ഒക്ടോബറാണ് കേട്ടോ. ഒക്ടോബർ 11, അതുപോലെ തന്നെ 12-നാണ് സ്റ്റേഷൻ ഓഫീസറിൻ്റെ കായികക്ഷമതാ പരീക്ഷ നടത്താനായിട്ട് പോകുന്നത്. അപ്പോൾ ആ കാര്യം കൂടി നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഈ ഒരാഴ്ചത്തെ പ്രധാനപ്പെട്ട PSC വാർത്തകളും അപ്ഡേറ്റുകളായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് പറയാനുള്ളത്. അതുപോലെ തന്നെ ഈ പറഞ്ഞ പോലെ ഈ 58 തസ്തികയുടെ കേസ് എന്തൊക്കെയാണെന്നുള്ള കാര്യമൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ PSC അപ്ഡേറ്റ്സ് നോളജ് ഫാക്ടറി എന്ന് പറയുന്ന സെക്കൻഡ് ചാനലിനകത്ത് ഡീറ്റെയിൽ ആയിട്ട് പറയാം. കാര്യം ഇതിനകത്തോട് ഉൾപ്പെടുത്തിയാൽ അത് ലെങ്ത് ആയി പോകും, വീഡിയോ നല്ല ലെങ്ത് ആയി പോകും. അതുകൊണ്ടാണ്. അപ്പോൾ എന്തായാലും ആ ഒരു ചാനലിലൂടെ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ കൂടി ഒന്ന് കാണുക. അതുപോലെ തന്നെ നമ്മുടെ ചാനലിൽ ഇപ്പോൾ നിലവിൽ നമ്മുടെ സിവിൽ പോലീസ് ഓഫീസറിൻ്റെ ക്ലാസ് നിങ്ങൾ ഏകദേശം എല്ലാവരും ഫോളോ ചെയ്തതാണ്. അതുപോലെ തന്നെ നമ്മളിപ്പോൾ നിലവിൽ ഫയർമാൻ്റെത് കേട്ടോ, ഫയർമാന്, അതുപോലെ തന്നെ ഫയർ വുമൺ, അതുപോലെ തന്നെ എക്സൈസിൻ്റെയൊക്കെ ക്ലാസ്സുകൾ ഇപ്പോൾ ചെയ്യുന്നുണ്ട്. സ്പെഷ്യൽ ടോപ്പിക് ക്ലാസ്സുകൾ തന്നെയാണ്. അപ്പോൾ ഈ രണ്ടിനും കൂടി എന്ന് വെച്ചാൽ ഫയർമാന് നമ്മൾ ചാർജ് ചെയ്യുന്നത് 100 രൂപയാണ്, എക്സൈസിന് ചാർജ് ചെയ്യുന്നതും വെറും 100 രൂപ മാത്രമേ ഉള്ളൂ. ക്ലാസ്സുകൾ ഫ്രീ ആണ്. ക്ലാസ്സുകൾ നമ്മുടെ യൂട്യൂബ് ചാനലിൽ തന്നെ ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ PDF നോട്ട്സും മെറ്റീരിയൽസിന് മാത്രമേ ഈ ഒരു ചാർജ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ രണ്ടും കൂടിയാണെന്നുണ്ടെങ്കിൽ 200 രൂപ ആവത്തുള്ളൂ. ഓരോന്ന് ഏതെങ്കിലും ഒന്ന് മതി എന്നുണ്ടെങ്കിൽ 100 രൂപ ആവുന്നുള്ളൂ. അപ്പോൾ എന്തായാലും ആവശ്യമുള്ളവർ എന്ത് ചെയ്യുക, 9961161127 എന്ന് പറയുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക. ഒരിക്കലും വിളിക്കരുത്, വാട്സപ്പ് ചെയ്യുക. വാട്സപ്പ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് പേയ്മെൻറ്റ് ചെയ്തിട്ട് ആ പേയ്മെൻറ്റിൻ്റെ സ്ക്രീൻഷോട്ടും ഏതാണ് വേണ്ടത്. ഇപ്പോൾ 200 രൂപയാണ് നിങ്ങൾ അയക്കുന്നതെന്നുണ്ടെങ്കിൽ വേറെ ഒന്ന് മെസ്സേജ് അയക്കേണ്ട, എനിക്ക് മനസ്സിലാവും. 100 രൂപയാണ് അയക്കുന്നതെന്നുണ്ടെങ്കിൽ 100 രൂപ അയച്ചതിൻ്റെ സ്ക്രീൻഷോട്ടും, ഫയർമാൻ ആണെങ്കിൽ ഫയർമാൻ, എക്സൈസ് ആണെങ്കിൽ എക്സൈസ് എന്നൊരു ടൈപ്പ് ചെയ്തിട്ട് നിങ്ങളൊന്ന് അയക്കുക. ആ സമയത്ത് നിങ്ങൾ ആഡ് ചെയ്യാം. നമ്പർ ഒന്നും കൂടി പറയുകയാണ്, 996116112972. ഓക്കെ. അപ്പോൾ എന്തായാലും മാക്സിമം നിങ്ങൾ ഈ ഒരു അവസരം യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ക്ലാസ്സുകൾ നമ്മൾ എക്സൈസിൻ്റെ ക്ലാസ് നമ്മൾ ഇന്നലെ സ്റ്റാർട്ട് ചെയ്തു. ഫയർമാൻ്റെ ഏകദേശം 10-12 ക്ലാസ്സുകളായിട്ടുണ്ട്. ഇനിയും ക്ലാസ്സുകൾ വരും. അപ്പോൾ എന്തായാലും ബാക്കി ക്ലാസ്സുകളും വീഡിയോസും അപ്ഡേറ്റുകളൊക്കെ ആയിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ, ഗുഡ് ബൈ, ടേക്ക് കെയർ.